നമ്മളെ MJXന്റെ ഡ്രിഫ്റ്റ് കാർ കാണിച്ചെടുത്ത് കുറേ ആൾക്കാർ ചോദിച്ചാൽ അത് നല്ല ബഡ്ജറ്റിൽ പറ്റിയ ഡ്രിഫ്റ്റ് കാർ ഉണ്ടോ. WL ടോയ്സിൻ്റെ ഡ്രിഫ്റ്റ് കാർ 9,000 രൂപ. കേട്ടാ, WL ടോയ്സ് 14 വയസ്സിന് മുകളിൽ മാത്രം. സ്റ്റഡി സ്റ്റൈൽ സ്മോൾ കാർ സീരീസ്, ചെറിയ കാറിന്റെ സീരീസ് ആണ്, മനസ്സിലായോ? മാത്തമാറ്റിക്കലി 1/28 സ്കെയിൽ. ഇത് കുറേ വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. K969 പോർഷ പോലത്തെ, K979 ഇതെന്തോ ഒരു ഹോട്ട് റൈഡ് പോലത്തെ ഒരു കാർ, K989 ഇതാണ് നമ്മളെ കയ്യിലുള്ളത്, K999 350 ബാജയൊക്കെ പോലത്തെ വണ്ടി, P929 കൊള്ളാം, എക്സ്മാക്സിന്റെ കുഞ്ഞു കുട്ടീനെ പോലെ, P939 ഇത്രയും വണ്ടികളാണ് നിങ്ങൾക്കുള്ളത്. നമ്മളെ കൈമേലുള്ളത് K989. ഒരു കിഡിലൻ ഡ്രിഫ്റ്റ് കാറാട്ടാ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. ഈ സാധനം ആദ്യം ഞാൻ കാണുമ്പോൾ ഞാൻ വിചാരിച്ച് ലോക്കൽ നമ്മളെ എന്താ പറയുക ടോയ് ഗ്രേഡ് ടൈപ്പ് ഓഫ് കാറായിരിക്കും. ഇതിന്റെ പ്രൈസ് ഒന്നും എനിക്കറിയില്ലേ, പക്ഷേ ഈ സാധനം ഓടിച്ചെടുത്തില്ലേ. ഭയങ്കര പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുമ്പ് നമ്മൾ MJXന്റെ ഒരു കാർ കാണിച്ചു. അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്ര സൈസ് ഉണ്ട്, 1/14 സ്കെയിൽ എന്തോ സൈസ് ഉണ്ട്. നമുക്ക് ഈ ചെറിയൊരു സ്ഥലത്ത്, നമ്മളെ വീട്ടിൻ്റെ അകത്തുള്ള ചെറിയ സ്ഥലത്തൊന്നും അത് ഓടിക്കാൻ പറ്റില്ല. കാരണം വണ്ടി ഭയങ്കര സ്പീഡാണ്. ചെറിയൊരു ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ വണ്ടി ആടിയിടിയും കൊണ്ടേ ഇടിക്കും. അതിന് അത്യാവശ്യം നല്ല സ്പേസ് വേണം, അല്ലെങ്കിൽ റോട്ടുമ്പിലോട്ട് ഓടിക്കണം. അങ്ങനത്തെ ഒരു ഡ്രിഫ്റ്റ് കാറാണത്. പക്ഷേ ഇത് നമ്മളെ വീട്ടിൻ്റെ അകത്തുനിന്നെല്ലാം കിടിലം പോലെ ഓടിച്ച് കളിക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ MJXനെക്കാട്ടും കൺട്രോളുണ്ട്. ഞാൻ ആ വണ്ടീനെ കുറ്റം പറയുന്നതല്ല. ആ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓപ്പൺ സ്പേസിൽ നമുക്ക് ഭയങ്കര എന്താ പറയുക വിശാലമായിട്ട് ഓടിക്കേണ്ട ടൈപ്പ് ഓഫ് വണ്ടിയാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിൻ്റെ അകത്ത് നമ്മളെ ചെറിയ സ്പേസിൽ നമുക്ക് കുറച്ച് കള്ളാസും അത് നല്ല ഉരുട്ടി വെച്ചിട്ട് അതിൻ്റെ ഇങ്ങനെ കറങ്ങി ഓടിക്കാൻ അങ്ങനത്തെ പറ്റിയൊരു വണ്ടിയത്. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി ഭയങ്കര എന്താ പറയുക ലൈറ്റ് ആയിട്ടുള്ള ബോഡി. അതുകൊണ്ട് വെച്ചാൽ ഏടിയും കൊണ്ട് ഇടിച്ച് കഴിഞ്ഞാലും കാര്യങ്ങളൊന്നും ഏടി എത്തൂല. ബാക്കിൽ ഇടിച്ച് കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് നമ്മളെ മെയിൻ ബോഡിക്ക് തട്ടൂല, ഈ പ്ലാസ്റ്റിക്കിന് മാത്രമേ പറ്റുള്ളൂ. ഫ്രണ്ടിൽ പഞ്ഞിയാണ്, അതുകൊണ്ട് ഈ ഫ്രണ്ടിൽ നിന്ന് ഇടിക്കുന്ന ഇമ്പാക്റ്റ് ഒന്നും നമ്മളെ ചേസിക്ക് പറ്റില്ല. അതുപോലെ അത്രയും വെയിറ്റ് ഉള്ളൂ. അതുകൊണ്ട് ഏടിയും കൊണ്ട് ഇടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഡാമേജും കാര്യങ്ങളൊന്നും വരില്ല. വണ്ടി ഊരണമെങ്കിൽ 4 പിന്നുണ്ട്. ഏതാ ഇത് ഉൾഭാഗം കണ്ടെങ്കിൽ ഒരു പക്ക ബിൽഡ്, എന്താ പറയുക, സെൻറ്ററിലൊരു മെറ്റലിൻ്റെ പ്ലേറ്റ് വരുന്നുണ്ട്, നമ്മളെ അടിഭാഗം മെറ്റലാണ്. പിന്നെ ഇതിൻ്റെ സസ്പെൻഷനും കാര്യങ്ങളുടെ സ്പ്രിങ് ആട്ടോ, ചെറിയ സസ്പെൻഷനാണ്. ഒരു അടക്കാക്കുരു പോലത്തെ കാറായതുകൊണ്ട് അതിൻ്റെ ഒരു സൈസിന് വേണ്ടിയിട്ട് എല്ലാ സാധനങ്ങളും നല്ല വൃത്തിക്ക് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ക ഒരു ഹോബി ഗ്രേഡ് ഡ്രിഫ്റ്റ് കാറാട്ടോ. പ്രൊപ്പോഷണൽ സ്റ്റിയറിംഗ്, പ്രൊപ്പോഷണൽ ത്രോട്ടിൽ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരുന്നൊരു കിട്ടിലൻ ഡ്രിഫ്റ്റ് കാർ. ഇതാണ് ഇതിന്റെ ബാറ്ററി എത്ര MAH 400 mAh ബാറ്ററി ആട്ടാ. അത്യാവശ്യം ഒരു 10-20 മിനിറ്റെല്ലാം നമുക്ക് കൂളായിട്ട് ഓടിക്കാം. പെട്ടിയിൽ വേറെ എക്സ്ട്രാ ടയറും കാര്യങ്ങളൊന്നുമില്ല, ഈ ഫിക്സഡ് റബ്ബർ ടയർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചില സർഫേസിൽ നിങ്ങൾക്ക് ഗ്രിപ്പ് കൂടുതലായിരിക്കും. പക്ഷെ ടൈലിലെല്ലാം കുഴപ്പമില്ല, ടൈലിൽ അത്യാവശ്യം നല്ല കിടിലം പോലെ ഓടുന്നുണ്ട്. നമ്മളെ ഇവിടെ ടൈലാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് കിടിലം പോലെ ഡ്രിഫ്റ്റ് ആകുന്നുണ്ട്. നമ്മൾ ഈ കാർപ്പറ്റും അങ്ങനത്തെ അകത്തെല്ലാം ഭയങ്കര ഗ്രിപ്പായിരിക്കും. പിന്നെ ഒരു കിടിലം പോലത്തെ മോട്ടറുണ്ട് ബാക്കിൽ. പിന്നെ നമ്മളെ ബോഡി ഭയങ്കര തിന്നായിട്ടുള്ളൊരു ബോഡിയാണ്. അത്യാവശ്യം നല്ല ഇമ്പാക്റ്റും കാര്യങ്ങളിലും ബോഡി എടുത്തോളും. കണ്ട ഇടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്പ്രിങ് പോലെ ആക്ട് ചെയ്തോളൂ സാധനങ്ങൾ. ഏടി ഇടിച്ചു കഴിഞ്ഞാലും വണ്ടിക്ക് ഈ സാധനത്തിന് അധികം ഡാമേജ് ആയിട്ടില്ല. ആകെ ഈ ബോഡി ഒന്ന് അമരുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഇത്രയും സമയമായിട്ട് ഞാൻ കുറേ ഇടിച്ച്, വണ്ടിക്കൊന്നും പറ്റിയില്ല. ഈ പൊളിഞ്ഞ് കിടക്കുന്നതിൻ്റെ കവറാട്ടെ, ഇത് അവസാനം പറിച്ച് കളയണം നമ്മൾ. ഇതാണ് ഇതിൻ്റെ ബാറ്ററി വരുന്നത്. ബാറ്ററീൻ്റെ കണക്ഷൻ നമ്മൾ നോർമൽ കാറിലെല്ലാം ഉള്ള പോലെ തന്നെ ഇതാദ്യം കണക്ട് ചെയ്യാം. ഞാൻ ബോഡി ഇട്ട് കാണിച്ചത്. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. വണ്ടീൻ്റെ റിമോട്ടിൻ്റെ സൈസ് കണ്ടെങ്കിൽ വണ്ടീനെക്കാട്ടും വലിയ റിമോട്ടാണ്. റിമോട്ടിൽ വരുന്നത് നമ്മളെ ക്ലോക്കിലിടുന്ന ബാറ്ററി 4 എണ്ണം. ഇത്രയും ദിവസം കാണിച്ച ക്രൗളറിലും സ്റ്റണ്ട് കാറിലും ഡ്രിഫ്റ്റ് കാറിലും എല്ലാം 2 ബാറ്ററി ആണ്. ഇതിൻ്റെ അകത്ത് 4 ബാറ്ററി, ഒരു കിടില ആൻറ്റിന. പിന്നെ നമ്മൾ വേറെ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. സ്റ്റിയറിങ്, ത്രോട്ടിൽ, പിന്നെ സ്റ്റിയറിംഗ് ട്രിമ്മ്, ത്രോട്ടിൽ ട്രിമ്മിങ് ഉള്ള സാധനങ്ങളിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ. വണ്ടിയിൽ വേറെ ലൈറ്റും പരിപാടിയൊന്നും ഇല്ല കേട്ടോ. വണ്ടി ഭയങ്കര ബേസിക് ആയിട്ടുള്ളൊരു ഡ്രിഫ്റ്റ് കാറാണ്. പെട്ടിയിൽ അങ്ങനെ കുറേ സാധനങ്ങളൊന്നുമില്ല. ഒരു ചാർജർ വന്നിട്ടുണ്ട്,
ഇതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഗിയേഴ്സും വന്നിട്ടുണ്ട്. ഇതെല്ലാം ഏടെ ഇടാനുള്ളതാണെന്ന് അയച്ചു നോക്കിയാൽ മാത്രമേ മനസ്സിലാവും. ബോക്സിൽ ഈ സാധനം വന്നിട്ടുണ്ട്. പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഒന്നും പെട്ടിയിലില്ല. എക്സ്ട്രാ ടയേഴ്സ് ഒന്നും ഇല്ല. സത്യം പറഞ്ഞാൽ എക്സ്ട്രാ ടയേഴ്സും കൂടി വേണമായിരുന്നു. ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സെറ്റ് ടയേഴ്സും കൂടി കൊടുക്കുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ചില സ്ഥലങ്ങളിൽ വളരെ ഉപകാരപ്പെടുമായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഉള്ളത് ചോണം പോലെ. പിന്നെ നമ്മളെ വണ്ടീൻ്റെ മോട്ടർ അത്യാവശ്യം നല്ലോണം ചൂടാവും. നിങ്ങൾ നിർത്താണ്ട് കുറേ സമയം ഓടിച്ച് കളിക്കുന്നതാണെങ്കിൽ മോട്ടർ ചിലപ്പോൾ കത്തിപ്പോകാൻ വരെ ചാൻസ് ഉണ്ട്. 5-10 മിനിറ്റ് കണ്ടിന്യൂസ് ഓടിച്ചിട്ട് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളിപ്പോകും കൈ. അത്രക്ക് കിടിലം പോലെ ഹീറ്റാവും. ആ മോട്ടറിൻ്റെ ഹീറ്റ് ഈ ഒരു ബോഡിയിലേക്ക് വരെ എത്തുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം ഹീറ്റ് ആകുന്നുണ്ട്. കാരണം നമ്മൾ ഈ MJXൽ കണ്ട പോലെ ഇതിന് ഫാനും കാര്യങ്ങളൊന്നുമില്ല തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ കണ്ടിന്യൂസ്ലി ഓടിക്കാണ്ടിരിക്കുക. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുക്കുക. കുറച്ച് അത്യാവശ്യം നല്ലപോലെ ഹീറ്റായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും ഓടിക്കുക. അല്ലെങ്കിൽ മോട്ടർ കത്തിപ്പോകും. കാരണം ഇത് ഈ മോട്ടറിനെ കത്തിക്കാനുള്ള അത്രയും ചൂട് ഇതാകുന്നുണ്ട്. നമുക്ക് ഓണായി കാണിച്ചു തരാം. ആദ്യം നമ്മൾ ബാറ്ററി കുത്തുക. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ. ഓണായിട്ടുണ്ട്. റിമോട്ടിൽ നമുക്ക് വീഡിയോട്ടോ പവർ ബട്ടൺ വരുന്നത്. നമ്മൾ ഈ ക്ലിപ്പ് ഇടണം, അല്ലെങ്കിൽ ഇല്ല പേടിയും കൊണ്ടേ വീണാൽ വണ്ടിക്കൊന്നും പറ്റണ്ട. ബോഡിക്ക് പറ്റിക്കോട്ട് കുഴപ്പമില്ല. ബോഡി നമുക്ക് മാറ്റാമല്ലോ, വണ്ടി മാറ്റാൻ പറ്റില്ല. ഈ അടക്കാക്കുരുമാലി ഇരിക്കുന്നത് നോക്കണ്ട. വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പീഡും പവറും എല്ലാ സാധനവും ഉണ്ട്. ഫോർ വീൽ ഡ്രൈവ് ആട്ടാ, 4 വീലും കറങ്ങും. ഈ ഒരു ബഡ്ജറ്റ് ഈലും കിട്ടുന്ന പോലത്തെ ഡ്രിഫ്റ്റ് കാർ വേറെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയാം, നമുക്ക് നോക്കിയിട്ട് അതും വാങ്ങിക്കളയാം. ഈ ഒരു കാർ എനിക്ക് വല്ലാണ്ടെങ്കിൽ ഇഷ്ടമായി കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ MJXൻ്റെ കാറിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് അത്യാവശ്യം നല്ലൊരു സ്പേസ് വേണം ഓടിച്ച് കളിക്കണമെങ്കിൽ. ഇത് നമുക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓണാക്കി ഇവിടെ നമ്മൾ റൂമിൻ്റെ അകത്ത് നിന്ന് തന്നെ ഓടിച്ച് കളിക്കാം. വേറെ പുറത്തേടിയും പോകണ്ട. MJXന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള സ്ഥലം വേണം. ഇല്ലെങ്കിൽ ആ സാധനം ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും ചുമരുമ്പോൾ കൊണ്ടേയിരിക്കും. പിന്നെ അത് കൺട്രോൾ ചെയ്യാനും അത്യാവശ്യം നല്ല പാടാണ്. കാരണം ഭയങ്കര പവർ കൂടിയ വണ്ടി ആയതുകൊണ്ട് പവർ കൂടുതലാണ് അതിന്. ഇതാണെങ്കിലും ഓടിക്കാൻ അധികം സ്ഥലവും വേണ്ട, സുഖമായിട്ട് ഓടിക്കാം. ഇത് വാങ്ങിയ ലിങ്കും കാര്യങ്ങളിലും ഞാൻ താഴെ കൊടുക്കാം. ആസ് യൂഷ്വൽ നമുക്ക് ഈ കാർ തന്നത് OC ടോയ്സ് ആണ്. ഈ സെയിം ബ്രാൻഡിന്റെ പോർഷെ വേർഷനും കൂടി ഉണ്ട്. വേറെ ഒന്നുമില്ല, ഈ അടിയുള്ള സാധനങ്ങളൊന്നും മാറില്ല. ഈ ബോഡി മാത്രം മാറ്റിയിട്ട് പോർഷയുടെ ബോഡി ഇട്ട് വരും. പോർഷയുടെ വേർഷനും ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ചു തന്ന എല്ലാ സാധനത്തിൻ്റെയും വേർഷൻ അവരെ കയ്യിലുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഈ കാർ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് കയറി നോക്കാം. പിന്നെ നമ്മളെ ചാനലിലെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ ഡിസ്കൗണ്ട് അവർ തരും. തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങണം. ഈ ഒരു റേഞ്ചിൽ അവരെ കയ്യിൽ ക്രൗളറും കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൊണ്ടുവരണമെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുവരാം. നിങ്ങൾ പറഞ്ഞിട്ടെങ്കിൽ ഞാൻ കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഇത് വാങ്ങാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.